നമസ്കാരം. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ തോൽവി കഴിഞ്ഞതിന് ശേഷം ഘോര കൂട്ടത്തല്ലാണ് കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-നിട്ട് വെക്കാൻ നോക്കിയ ആപ്പ് ഒടുവിൽ കോൺഗ്രസിന് തന്നെ വിനയായി. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ കരങ്ങൾ നല്ല രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അനിൽ അക്കരയുടെ കുബുദ്ധി നിറഞ്ഞ ഈ നീക്കങ്ങൾ ഒടുവിൽ കോൺഗ്രസിന് തന്നെ വിനയാകുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. മുരളീധരന്റെ നാണംകെട്ട തോൽവിയിലേക്ക് നയിച്ചതും KPCC എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കരയുടെ പദ്ധതികളായിരുന്നു. എല്ലാത്തിനും പിന്നിൽ അനിൽ അക്കരയാണെന്നുള്ളതിന് ശക്തി പകരുന്ന പോസ്റ്ററുകൾ തൃശ്ശൂർ നഗരത്തിലെ ചുവരുകളിലും DCC ഓഫീസിലുമെല്ലാം വ്യാപകമായി കാണാൻ കഴിയുന്നുണ്ട്. അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റുകൊടുക്കൂ എന്ന വരികളാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. അനിൽ അക്കരയെക്കുറിച്ച് ഇത്തരത്തിലുള്ള പ്രധാന പരാമർശം ഉന്നയിക്കുന്നത് മുരളീധരനെ അനുകൂലിക്കുന്നവരാണെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ്. സംഭവം സിമ്പിളായി പറഞ്ഞാൽ BJPയുടെ രാഷ്ട്രീയ അജണ്ടകളെ CPM വിരുദ്ധതയുടെ പേരിൽ സപ്പോർട്ട് ചെയ്ത അനിൽ അക്കരയുടെ നിലപാടാണ് കോൺഗ്രസിന് തന്നെ പണിയായത്. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ മറികടന്ന് CPM വിദ്വേഷത്തിന്റെ പേരിൽ അനിൽ അക്കര അവസരോചിതമായി നടത്തിയ ഒട്ടനവധി വാർത്താ സമ്മേളനങ്ങൾ BJPക്ക് കൂടുതൽ മേൽക്കൈയും ശക്തിയും പകരുന്നതായിരുന്നു. CPM-നെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ചാനൽ ചർച്ചകളിലും പൊതുയോഗങ്ങളിലും മറ്റും അക്കര എപ്പോഴും ഉന്നയിക്കുമായിരുന്നു. തൻ്റെ നാവുകൊണ്ട് BJPയുടെ നെടുംതൂണായി കോൺഗ്രസ് നേതാവ് പരിണമിച്ചത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുരളീധരന്റെ പരാജയത്തിനായിരുന്നു വഴിതെളിച്ചു കൊടുത്തതും. പല തവണകളിലായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഏജന്റിനെ പോലെയായിരുന്നു അനിൽ അക്കര. BJPയുടെ ഒരു സ്പൈ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതി തകർത്ത് തരിപ്പണമാക്കാൻ അനിൽ അക്കര മുന്നിട്ടിറങ്ങി തുടക്കം കുറിച്ച നാണംകെട്ട നീക്കങ്ങൾ പിന്നീട് BJPയും ഒപ്പം ഏറ്റുപിടിക്കുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ സഹകരണ മേഖലയെ തകർക്കാനും EDയെ ഉപയോഗിച്ചുള്ള BJPയുടെ അക്രമങ്ങൾക്ക് ശബ്ദവും ഊർജവുമായി അനിൽ അക്കര പരിണമിച്ചുകൊണ്ടേയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് പണിതരാൻ നടക്കുന്ന ED വേട്ടയ്ക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന സമയത്തായിരുന്നു അക്കരയുടെ ഈ നീക്കം. CPM-നെ ജനങ്ങളുടെ മുന്നിൽ മോശമാക്കി തകർക്കാൻ BJPക്ക് ഒത്താശ ചെയ്ത് കൈകോർത്തതിന് വലിയ വിലയാണ് അനിൽ അക്കര കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നത്. ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന നാണംകെട്ട സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയത്. ഒരുമിച്ച് നിൽക്കേണ്ട മതേതര പാർട്ടി വർഗീയ ശക്തികൾക്ക് കൂട്ടുനിന്നാൽ ഇതിനപ്പുറവും കേരളത്തിൽ സംഭവിച്ചേക്കാം.